ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹാൽസ് പെർസ്പെക്റ്റീവ്. നിങ്ങൾ മാറുന്ന മലയാളം സിനിമയുടെ കാസ്റ്റിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് നമ്മൾ സ്ഥിരമായി കണ്ട പല ആളുകളെയും നമുക്ക് ഇന്ന് മലയാളം സിനിമയിൽ കാണാനില്ല. എസ്പെഷ്യലി വളരെ റീസെൻ്റ് ഇറങ്ങി 2024-25 കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലെ കാസ്റ്റിംഗിൽ വലിയൊരു മാറ്റം വരുന്നത് കാണാം. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ കറക്റ്റ് എടുത്ത് പറയുകയാണെങ്കിൽ കുറച്ച് സിനിമയുടെ പേര് പറയുമെങ്കിൽ വാഴ, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അതിന് മുന്നേ ഇറങ്ങിയ ആവേശം, അതൊക്കെ കമ്പാരിറ്റീവ് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ നല്ല വിജയം നേടിയ ആളുകൾക്കിടയിലേക്ക് എത്തിയ ഫിലിംസ് ആണല്ലേ. പക്ഷെ ഇതിലൊക്കെ അഭിനയിച്ച അഭിനേതാക്കൾ അവർ മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ബെസ്റ്റ് ആണ്, ആളെ എന്റർടൈൻ ചെയ്യുന്ന ആളുകളാണ്. ജെൻസി എന്ന് പറഞ്ഞാൽ 2025 ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. ഫ്രം വേർ ഇവിടുന്ന് ഇൻസ്റ്റാഗ്രാം അതുപോലെ യൂട്യൂബിലും ഒക്കെ സാധാരണക്കാർ റീൽസും വീഡിയോസും ഒക്കെ ഇട്ട് ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറിയ ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് മലയാളം സിനിമയുടെ കാസ്റ്റിംഗിലേക്ക് കൂടുതലായി വരുന്നത്. അതിൽ നമ്മൾ വളരെ മുന്നേ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട് പരിചയമുള്ള ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഹരീഷ് കണാരനൊക്കെ എന്ന് പറയുന്ന ഒരുപാട് ആക്ടേഴ്സ്, ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് ആക്ടേഴ്സിൻ്റെ പല സിനിമകളും ഇന്ന് കാണാനേ ഇല്ല. അവർ കഴിവില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ പുതുതായി വരുന്ന ആളുകൾക്ക് കഴിവ് കൂടുതലുള്ളതാണോ, എന്താണ് ഈ രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ടേഴ്സിനെയും പുതിയ ആ കാലത്തെ ആളുകൾ തമ്മിൽ കമ്പയർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബേസിക്കലി അവിടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പുതിയ ആളുകൾ 2025 ന്യൂ ജനറേഷൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിലെയും യൂട്യൂബിലൂടെയൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇന്നത്തെ ജെൻസി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആളുകൾ ഫോളോ ചെയ്യപ്പെടുന്ന, നിരന്തരം കാണുന്ന, പണ്ട് നമ്മൾ ടി വികളിലൂടെ മാത്രം കണ്ട് സ്റ്റാറായ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന, കാണുന്ന, അവരെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളൊക്കെ. ഇവരെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ് ഇത്തരം ആളുകൾ ഇന്ന് മലയാള സിനിമയിലേക്ക് സജീവമായി വരുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ അവിടെ കാലിബർ, അവിടെ കഴിവ്, നല്ല കഴിവുള്ള ആളുകൾ, ഒരു സംശയമില്ലതിൽ. പക്ഷേ എന്താണ് ബാക്കിയുള്ള ആക്ടേഴ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ഒരു പ്രൊഡ്യൂസർ എന്നൊരു ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം മലയാള സിനിമ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഭയങ്കരമായ ഒരു ക്രൈസിലൂടെ കടന്നു പോകുക അല്ലെ. ചെറിയ സിനിമകളൊന്നും വിജയിക്കുന്നില്ല എന്നൊരു ഭയങ്കര അതായത് ഹൈ കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്ത ഫിലിംസ് ഒന്നും വിജയിക്കുന്നില്ല. പിന്നെ എന്താണ് ഇവർക്ക് ഒരു ഫിലിം വിജയിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ? അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം ആളുകളെ വെച്ച് ഫിലിം ഇറങ്ങാം. അപ്പോൾ നമുക്ക് വാഴ നോക്കുകയാണെങ്കിൽ വെറും 5 കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്നാണ് ഫ്രം ഇന്റർനെറ്റ് പറയുന്നത്. അതിന് അവർ നേടിയ വരുമാനം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ടോട്ടൽ ഗ്രോസ് എന്ന് പറഞ്ഞാൽ 25 CR പ്ലസ് 25 കോടി, 5 കോടി രൂപ മുടക്കി 25 കോടിയിലധികം ഒരു സിനിമയ്ക്ക് എത്ര ശതമാനത്തോളം ലാഭം കിട്ടിയത് സിനിമയാണ് വളരെ റീസെൻ്റ് മലയാളത്തിലുള്ളത്. ഇനി വാഴ 2 വരെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യാണ് ഹാഷറൈൻ ടീമിൻ്റെ ഫിലിംസ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹനാൻ ഷാ നിലവിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഹനാൻ ഷാൻ്റെ ഏറ്റവും ഗോൾഡൻ ടൈമിലൂടെ ഹനാൻ ഷാ കടന്നു പോകുന്നത്. ഹനാൻ ഷായുടെ പുതിയ സിനിമ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഒരു പ്രൊഡ്യൂസർ എന്താ ഉദ്ദേശിക്കുന്നത്, തൻ്റെ ഒരു പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ ആളുകൾ കാണണം, ഇഷ്ടപ്പെടുന്ന അപ്പോഴത്തെ അവർ ഒരു ആഴ്ചയെങ്കിലും തിയേറ്ററിലേക്ക് കാണാൻ വരണം എന്ന അതിയായ ആഗ്രഹത്തിന് പുറത്താണ് ഈ വരുന്ന കാസ്റ്റിംഗിൽ വലിയ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ റീസെൻ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എടുക്കാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിലെ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ അതിലെ പിന്നെ നിഹാൽ അല്ലെങ്കിൽ അവിൻ ടീം നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ മില്യൺസ് ഓഫ് ആളുകൾ കാണുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവരെ ഫിലിംസ് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇവർക്ക് പ്രൊമോഷൻ കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ മില്യൺസ് ഓഫ് ആളുകളിലേക്കാണ് സംടൈംസ് ഇറ്റ്സ് ഫ്രീ ഓഫ് കോസ്റ്റ്. കാരണം അവർ ആദ്യമായിട്ടൊരു ഫിലിംസ് അഭിനയിക്കായിരിക്കും. ചില കമ്പാരിറ്റീവ്ലി മറ്റ് ആക്ടേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ വളരെ ചെറിയ എമൗണ്ട് ചിലപ്പോൾ അവർക്ക് കമ്പാരിറ്റീവ്ലി കൊടുത്താൽ മതിയാവും. ഇതൊക്കെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ്. ആഫ്റ്റർ ദാറ്റ് അവരുടെ ഫാൻസ് കാണാൻ വരികയും ചെയ്യും. അപ്പോൾ വലിയൊരു കാസ്റ്റിംഗ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ ഹരീഷ് കണാരൻ, അദ്ദേഹത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഇഷ്ടം പോലെ ഫിലിംസ്, അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് ഒരു വർഷത്തിൽ ചിലപ്പോൾ 10, 12, 13 സിനിമകൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 വർഷം അല്ലെങ്കിൽ നമുക്ക് ആഫ്റ്റർ കൊറോണ നോക്കി കഴിഞ്ഞാൽ ഓരോ വർഷം 1-2 സിനിമ മാത്രം അദ്ദേഹത്തിന് വരും. അദ്ദേഹം ഒരു വലിയൊരു പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കലാകാരൻ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്കിന് വേണ്ടി പേഴ്സണലി ഐ ആം വെയിറ്റിംഗ്. അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആൻഡ് ബേസിക്കലി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, നമ്മൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലെയും അതുപോലെ യൂട്യൂബിലൊക്കെ വരുന്ന ആളുകൾ ഇന്ന് ഫിലിമിൽ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മാറുന്ന സിനിമ ആസ്വാദന രീതിയുണ്ട്. പണ്ട് ആക്ടേഴ്സിനോടും അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റീസിനോടൊക്കെ കാണുന്ന ഒരു അമിതമായ ആരാധനയോ അല്ലെങ്കിൽ അമിതമായ ഒരു ഭ്രമമോ ഇന്ന് പലപ്പോഴും ഇല്ല. കാരണം മലയാള സിനിമ സംഘടന അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരുപാട് തെരഞ്ഞെടുപ്പും അതിലെ വിവാദങ്ങളൊക്കെ ആയിട്ട് മലയാള സിനിമ ഒരു സൈഡിൽ കൂടെ അങ്ങനെ ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന രീതിയിലേക്ക്, ചെറിയ രീതിയിലേക്ക് എത്തുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ മറിച്ചോ, ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബിലെയും ആളുകളെ നിരന്തരം എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ വളർന്നു വരുന്നുണ്ട്. ബേസിക്കലി ഫിലിം എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് ആൻ എന്റർടൈൻമെന്റ്. മലയാളം അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ സിനിമ കാണുന്ന എന്റർടൈൻ വിനോദത്തിന് വേണ്ടിയിട്ടാണ്. ആളുകൾക്ക് സന്തോഷം നൽകിയ ഹാപ്പിനെസ് എന്ന് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ആ ഒരു റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഒരു വശത്ത് അത് വലിയൊരു ഇഷ്യൂ ആക്കി ഒരു കോംപ്ലക്സിറ്റിയിലൂടെ പോകുമ്പോൾ ആളുകൾ പലപ്പോഴും ആരായിരിക്കും പ്രിഫർ ചെയ്യുക? അവർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇത്തരം ആളുകൾ തന്നെ ആയിരിക്കും അല്ലേ. സോ ഇതൊരു ഒരു സയന്റിഫിക് ടെസ്റ്റോ അല്ലെങ്കിൽ സയന്റിഫിക് ആയ ടോക്കോ ഒന്നുമല്ല. എൻ്റെ ചില പേഴ്സ്പെക്റ്റീവ് എനിക്ക് തോന്നിയ കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് മാത്രം. സോ നിങ്ങളുടെ കൺസേൺ എന്താണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. സോ എനിവേ എല്ലാം നല്ലതാവട്ടെ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു.